എൻ്റെ പൊന്നു മുത്തശ്ശിയല്ലേ, അയാൾക്കൊന്നും ഫോൺ കൊടുക്കും മുത്തശ്ശി. എനിക്ക് നല്ല ടെൻഷനുണ്ടെന്നേ. ശരി ശരി, ഇനി രാധികയോട് സംസാരിക്കാത്ത ടെൻഷനില് നീ അവിടെ കുഴപ്പമൊന്നും കാണിച്ചു കൂട്ടണ്ട. ഞാൻ അവളെ ഒന്ന് കണ്ടുപിടിക്കട്ടെ, നീ ഹോൾഡ് ചെയ്യേ. ഓ മൈ സ്വീറ്റ് മുത്തശ്ശി. വൃത്തികെട്ട തള്ള. അപ്പൊ ഇവരുടെ തണല്ല ഈ പ്രേമനാടകം നടക്കുന്നത്. എന്നെങ്കിലും ഒരു ദിവസം ഇവരെ എല്ലാവരുടെയും മുന്നിലിട്ട് ഞാൻ നാറ്റിക്കും. ആഹാ, മോളിവിടെ നിൽക്കുകയായിരുന്നു. എന്താ മുത്തശ്ശി? ദേ, മുത്തശ്ശിയുടെ ഒരു ഫ്രണ്ടാ. മോളെ കുറിച്ച് പറഞ്ഞപ്പോ മോളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. സംസാരിക്കും. ഹലോ. 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 തന്റെ ഫോണിൽ വിളിച്ച എടുക്കില്ല അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് മുത്തശ്ശി ആശ്രയിക്കേണ്ടി വന്നത്. എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഇവിടെ ഞാൻ വിളിക്കുമ്പോൾ താൻ ഫോൺ എടുക്കണം, സംസാരിക്കണം. അപ്പോ പിന്നെ വേറെ ആരും അറിയത്തില്ലല്ലോ അതൊന്നും. അല്ല, കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നോ? എന്റെ മുറിയിലെ ഗിഫ്റ്റ് കൊണ്ടെന്ന് വെച്ചത് വരുൺ തന്നെയായിരുന്നോ? ഗിഫ്റ്റ് കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? എനിക്ക് സംശയമുണ്ട്. സംശയിക്കാം, അതാണല്ലോ പ്രണയത്തിന്റെ സ്വഭാവം. എടോ, തന്നെ കാണാൻ കൊതിയായതുകൊണ്ടല്ലേ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ആ, ഇനി എനിക്ക് എപ്പോൾ കാണണം തോന്നിയാലും ഞാനങ്ങ് വരും. അങ്ങനൊന്നും പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്തിനാ എന്നെങ്ങനെ വേദനിപ്പിക്കുന്ന? പ്രണയം ഒരു വേദന തന്നെയാ. പക്ഷേ ഈ വേദന അധിക കാലമൊന്നും ഉണ്ടാവില്ല. എല്ലാവരോടും തുറന്നു പറയാനുള്ളൊരു സമയമായിട്ടുണ്ട്. അതൊക്കെ മുത്തശ്ശി നോക്കിക്കോളൂ. താൻ എന്നെ പ്രണയിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. എനിക്കിതൊന്നും കേൾക്കണ്ട. ഓക്കെ, ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പ്രവർത്തിക്കാനാ ഇഷ്ടം. ദേ, ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും തൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കും.